ഇപ്പോൾ മേജർ ജനറൽ ഇന്ദ്രബാലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദ്രബാലൻ സാർ, ഇതിപ്പോൾ നമ്മൾ ഇടപ്പള്ളിയിൽ ബഹൽഗാമിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയമാണ്. രാജ്യമൊട്ടാകെ ഇതെപ്പോഴാണ് ഇതിനൊരു മറുപടി ഇന്ത്യ ശക്തമായി കൊടുക്കുക എന്ന് ഉറ്റുനോക്കുന്ന ഒരു സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. അതിർത്തിയിൽ നിന്ന് പ്രത്യേകിച്ച് വ്യോമസേനയുടെ ആക്രമണം നടത്തുന്നു, റഫാൽ സുഖായ് വിമാനങ്ങൾ പാക് അതിർത്തിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോൾ? ഇത് ഇങ്ങനത്തെ റെസ്പോൺസസ് സ്വാഭാവികമാണ്. Of course, it is not normal, but in such a situation, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ റെസ്പോൺസ് സ്വാഭാവികമാണ്. കാരണം that is the level of incident that has happened. No doubt, unprecedented incident, something like parliament attack, worse than that if not. And അതിന്റെ India's response, IWTയുടെ holding in abeyance, which means it is a threat to IWT, which itself is a biggest existential threat ഉണ്ടാവുന്ന പാകിസ്ഥാനിന്. അപ്പോൾ ആ എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റിനെ മാറ്റാനായിട്ട് അവരെന്ത് വേണിച്ചാലും ചെയ്യും. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദിസ് വിൽ ബി കൺസിഡേർഡ് ആക്ട് ഓഫ് വാർ. കാരണം ഈ 3 വാറിലും നമ്മൾ ഇതിനെ തൊട്ടിട്ടില്ല ഇതുവരെ. ബട്ട് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വി ബീൻ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് ടൈം ഇതിനെ നമ്മൾ ആക്ച്വലി ഹെൽഡ് ഇൻ അബെയൻസ് ചെയ്തിരിക്കുകയാണ്. പ്ലസ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഹാസ് ബീൻ നൗ greatly abrogated. So അതൊക്കെ വെച്ച് നോക്കുമ്പോൾ these are situations, very difficult times. അങ്ങനെ ഈ സിറ്റുവേഷൻസിൽ വാർ മോങ്കറിംഗ് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ അവർ കയറുകയാണ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ റിയാക്ഷൻ ടു സച്ച് എ unprecedented situation. This will go on for some time till there is international pressure for intervention. But ഇന്ത്യക്ക് ഇതിൽ we should not bow down. ഇന്ത്യക്ക് താങ്ങി നിൽക്കാൻ്റെ റീസൺ ഒന്നുമില്ല. വി ആർ ഇൻ എ വെരി സ്ട്രോങ് പൊസിഷൻ. ഇന്ത്യ ഇസ് നോട്ട് ദ സെയിം ഇന്ത്യ വിച്ച് ഇറ്റ് വാസ് 30 years back. പാകിസ്ഥാൻ ഇസ് ഓൾസോ നോട്ട് ദ സെയിം പാകിസ്ഥാൻ. ഇന്ത്യ ഒരു നല്ല ഒരു സ്ട്രോങ്ങർ നേഷൻ വന്നിട്ടുണ്ട്. വി ആർ ഫാർ മോർ സ്ട്രോങ്ങർ ദൻ വാട്ട് വി വർ മെനി ഇയേഴ്സ് ബാക്ക്. ആൻഡ് ലൈക്ക്വൈസ് ദ ഓപ്പോസിറ്റ് ഈസ് അപ്ലിക്കബിൾ ടു പാകിസ്ഥാൻ. ദേ ഹാവ് ബിക്കം ഫാർ മോർ വീക്കർ ദൻ വാട്ട് ദേ വർ. അപ്പോൾ ഇതിൽ നമുക്ക് വി മസ്റ്റ് make our stand very clear. This kind of warmongering can happen. Certain instances of border violations, certain instances of military actions may also happen. Adikka poittu oru warlike situation lo kerro, it is difficult to say now. We'll have to wait and watch. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു യുദ്ധം അവർക്ക് അവരുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സുകളെ പരിഹരിക്കാനുള്ള ഒരു ഏക സൊല്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അങ്ങനെ ഒരു പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഇല്ലേ? യെസ്, അത് പറഞ്ഞത് ശരിയാണ്. കാരണം പാകിസ്ഥാനിലെ ഇന്റേണൽ സിറ്റുവേഷൻ ഭയങ്കര മോശമായിട്ടുണ്ട്. അത് കാരണമാണ് ഈ പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് കൊടുത്തിരിക്കുന്നത്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് നമ്മൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പോയിട്ട് ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് കൊടുക്കുന്നത്? ഇറ്റ്സ് എ പ്രൊവോക്കേറ്റീവ് സ്പീച്ച്, പ്രൊവോക്കിംഗ് ഹിസ് ഓൺ പീപ്പിൾ, പ്രൊവോക്കിംഗ് ദി വേൾഡ്, പ്രൊവോക്കിംഗ് ഇന്ത്യ. ഈ പ്രൊവോക്കേറ്റീവ് സ്പീച്ച് ഒക്കെ എപ്പോഴാണ് കൊടുക്കുന്നത്? വെൻ അവർക്ക് വേറെ ഒന്നുമില്ല, ദേ ആർ ഇൻ എ വെരി വീക്ക് പൊസിഷൻ. സോ ദേ വിൽ പോർട്രേ ആസ് ഇഫ് ദേ ആർ വെരി സ്ട്രോങ് ആൻഡ് ദേ വിൽ ഒരു ഇമോഷൻസിനെ അവർ പമ്പ് അപ്പ് ചെയ്യും. So this kind of speech by an army general is uncalled for, and this is a self-destructive mode of Pakistan. നമുക്ക് പറയാം, ഈ self-destructive mode പോകുമ്പോഴാണ് they think of doing such things, such thoughts come to mind. So definitely what you said is right. Already internal situation divert ചെയ്യാനായിട്ട് Pakistan army is trying to do all this, and they will pay the price for it. If they go for anything misadventure with India, they will definitely pay the price for it. എനിക്ക് പറയാം. ഇപ്പോൾ പക്ഷേ ഈ ലോകത്ത് ഈ ഇസ്രയേൽ അല്ലെങ്കിൽ ഗസ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യ കൂടി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് പക്ഷേ വേൾഡ് എക്കണോമിക്കലി അതൊരു വലിയ ഒരു ചാലഞ്ച് ആകുമോ? അങ്ങനെ ഒരു വിഷയം കൂടി ഇതിനകത്ത് നിൽക്കുന്നുണ്ടോ? പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് war is an expensive proposition. It's very very costly. അതാണ് പറയുന്നത്, war is the last resort. കാരണം war പോയി കഴിഞ്ഞാൽ അവർ any economy can go back by many years. 71 war നോക്കിയാലും
91 war was a localized war, 64 war. After all wars, the nation's economy suffers. Adana India is avoiding to go to war. Adana we have taken measures which are non-war but war-like, which is a very sensible decision നമ്മുടെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. We are pushed to a situation. National security is more important than war. നമ്മുടെ nation's sovereignty, നമ്മുടെ nation's integrity is definitely more important than economy if it comes to that. But till the last we will try to avoid. In 71 we try to avoid. In 65 we try to avoid. In 99 we try to avoid. 99 നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്തിട്ട് അവർ അകത്ത് വന്നു. അപ്പോഴും നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തില്ല. വി ഓൺലി ഹിറ്റ് ദം വേർ ഇൻസൈഡ് ദ ബോർഡർ. അത്ര നമുക്ക് റെസ്ട്രെയിൻ ചെയ്യാനായിട്ട് പവർ ഉണ്ട് ഇന്ത്യക്ക്. പക്ഷെ നമ്മളെ പുഷ് ചെയ്താൽ, നമ്മളെ ഒരു ഫോഴ്സ് ചെയ്താൽ, ദേ പുഷ് ഇൻ ടു എ കോർണർ വേർ വാർ ഈസ് ദി ഓൺലി ഓപ്ഷൻ. We will have to take that option even at the cost of our economy, even at the cost of our maybe loss of lives, citizens all standing together. Adellam avan chance inde. But I hope that doesn't happen. I hope Pakistan sees reason. I hope that the International Committee puts pressure on them. ഓക്കെ, വളരെ നന്ദി. മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാരാണ് പ്രതികരിച്ചത്. ഏത് തരത്തിലാണ് ഒരു ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുമോ എന്നുള്ളത് പ്രതിരോധ വിദഗ്ധർ കൂടി വിശകലനം ചെയ്യുകയായിരുന്നു. അതിർത്തികളിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ. നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഇടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എൻ രാമചന്ദ്രന്റെ ഭൗതിക ദേഹം എത്തിച്ചിരിക്കുന്നു. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.